ഓക്കെ അല്ലേ? സോ മൈ നെയിം ഇസ് അക്ബർ ഷാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ കോംപ്ലക്സ്? മെയിൻലി നമ്മൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടത് കുറേയേറെ കോൺസെപ്റ്റുകൾ, ക്രിസ്റ്റൽ ക്ലിയർ കോൺസെപ്റ്റ് അറിയണം. അതോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടാവണം. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ആവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നതും, ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വിൽ ടെൽ യു ഹൗ ടു സോൾവ് മീ, റൈറ്റ്? ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. സോറി, സോ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കേട്ടോ. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ അകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഞാൻ അതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചോദിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് കോംപ്ലക്സ് നമ്പർ. അതിനകത്ത് നിന്നൊരു ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അപ്പൊ ചോദിക്കട്ടോ. കോംപ്ലക്സ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്ത് Z അല്ലെങ്കിൽ C എന്നാണ് ഉണ്ടാവും. സോ C is equal to A plus IB. ഇവിടെ I ഉള്ള പാർട്ട് ഉണ്ട്, I ഇല്ലാതെ. സോ I is equal to നിങ്ങൾക്ക് അറിയാം √-1 ആണ് ഉണ്ടാവുക. സോ I സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ -1 ആൻഡ് I ക്യൂബ് is equal to -I ആൻഡ് I raised to 4 is equal to 1 എന്നാണ് ഉണ്ടാവും. നിങ്ങൾ മറന്നു പോരുത്. നമുക്ക് മിനിമം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? സോ I raised to 4 is equal to പവർ ഓഫ് 5, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇത് നമ്മൾ ഇന്റഗ്രൽ പവർ ഓഫ് 5 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൽ I ഉള്ള ടേം ഉണ്ട്. I ഇല്ലാത്ത ടേമിന് വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് റിയൽ പാർട്ട്. I ഇല്ലാത്ത ടേമിന് വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് Z എന്നാണ്. റിയൽ പാർട്ട് ഓഫ് Z എന്നാണ് പറയാം. സോ B അഥവാ I ഉള്ള ടേമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഇമാജിനറി പാർട്ട് ഓഫ് Z എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ എനിവേ ദ നെക്സ്റ്റ് വൺ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് Z എന്താന്ന് ചോദിച്ചു നിങ്ങൾ എഴുതേണ്ടത് A എന്നാണ് എഴുതേണ്ടത്. റിയൽ പാർട്ട് A ആണ് ഉണ്ടാവുക. റെഡി അല്ലേ? സോ മക്കൾ അങ്ങനെയാണെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് Z is equal നിങ്ങൾ എഴുതേണ്ടത് B ആണ്, നോട്ട് BI. ഒരിക്കലും കുറെ ആളുകൾ ഇമാജിനറി പാർട്ട് എന്താ വെച്ചാൽ BI എന്ന് എഴുതും. ഇത് മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് B എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം പ്യുവർലി റിയൽ എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടാൽ അപ്പൊ നിങ്ങൾ പ്യുവർലി റിയൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, ഇതിന് ഇമാജിനറി പാർട്ട് 0 ആയിട്ടുണ്ടാവും. റെഡി അല്ലേ? പ്യുവർലി റിയൽ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് 0 ആയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് വൺ, പ്യുവർലി ഇമാജിനറി എന്ന് വന്നടാ. അങ്ങനെയാണെങ്കിൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ഇതിന്റെ റിയൽ പാർട്ട് എന്തായിട്ടുണ്ടാവും മക്കളെ? 0 ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഈ ഒരു വളരെ കുറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ എനിവേ ഞാൻ ഇതിന്റെ അകത്ത് ഒന്ന് രണ്ട് കൺസെപ്റ്റും കൂടി ഞാൻ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയ കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ മക്കളെ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മോഡുലസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മോഡുലസ്. മോഡൽ Z എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം √(a² + b²) അതായത് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദാറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ്. ദാറ്റ് ഈസ് കോൾഡ് മോഡുലസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. അതിന്റെ ജോമെട്രിക്കൽ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഒറിജിനിൽ നിന്നും ആ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ സാധാരണ എന്താ പറയാ? മോഡുലസ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് വെരി ഈസി. ദ നെക്സ്റ്റ് വൺ, മോഡുലസ് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് ചെയ്താ എന്ന് പറഞ്ഞാൽ Z ബാർ. സോ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z ബാർ ആണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ഈക്വൽ A - IB. റെഡി അല്ലേ? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ A - IB. ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺജുഗേറ്റിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇത് കാണിച്ചു തരാം മക്കളെ. 1 - 2i ന്റെ കോൺജുഗേറ്റ് എന്താടാ? Z ബാർ is equal to 1 + 2i. സോ 2 - 3i ന്റെ കോൺജുഗേറ്റ് എന്താ? സോ 2 + 3i. അത് ഞങ്ങളോട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് -3i. ഓക്കെ, സോ -3i + 4 ഇതിന്റെ കോൺജുഗേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ സൈൻ ഓഫ് ഇമാജിനറി പാർട്ട്. സോ യു നോ സംതിങ്, change the sign of imaginary part, right? So the conjugate Z bar is equal to 3i + 4. റെഡി ആണോ എന്ന് പറഞ്ഞേ? യെസ്, ഇത് റെഡി ആണോ എന്ന് പറ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് മിനിമം അറിയേണ്ട ഒരു കാര്യമുള്ളത്. ഇനി കുറച്ച് കോൺസെപ്റ്റും കൂടി നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. സോ മക്കളെ ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത പ്യുവർലി റിയൽ, പ്യുവർലി ഇമാജിനറി പറഞ്ഞു. ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സോ ഫസ്റ്റിൽ നിങ്ങൾക്ക് അറിയേണ്ട പ്രോപ്പർട്ടി മോഡ് Z ഓൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z റേസ് ടു n ഓൾ മോഡുലസിന് ഈക്വൽ ആയി മാറിയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് വൺ, Z into Z bar is equal to mod Z the whole. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലെ? ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നതാണ്. സോ നെക്സ്റ്റ് വൺ, അടുത്ത് വരുന്ന ഒരു മോഡലാണ് ഡിവിഷൻ അല്ലെങ്കിൽ അഡീഷൻ, സബ്, ഇങ്ങനെ കുറെ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പോകുന്നില്ല. എനിവേ കുറച്ചുകൂടി ഇക്വേഷൻസ് നമുക്ക് പറയാം. Z1 Z2 എക്സെട്ര Zn. ഇത് നമുക്ക് എടുക്കുന്ന സമയത്ത് മോഡ് Z1 മോഡ് Z2 എക്സെട്ര മോഡ് Zn. ഓക്കെ അല്ലെ? മോഡുലസ് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറെ പാർട്ടുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഫോർമുലയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + i / 1 - i. സോ ആൻസർ ഈസ് i. ഓക്കെ അല്ലെ? The next one, 1 - i / 1 + i. So answer is -i.
മക്കളെ 1/i ആൻസർ ഈസ് -i. Then 1 plus i the whole square is equal to 2i. 1 minus i the whole square is equal to -2i. ഇത്ര കാര്യങ്ങൾ മിനിമം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? സോ എനിവേ കൂടെ പറഞ്ഞു 1 plus i by 1 minus i is nothing but i. 1 minus i by 1 plus i. So answer is -i and 1 by i minus i and 1 plus i the whole square is equal to 2i. 1 minus i whole square is equal to anyway -2i. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം. പ്യുവർലി റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് 0, പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് 0. ഇത്രയുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് മിനിമം ഐഡന്റിഫൈ ചെയ്താൽ മതി, ഐഡിയ ഉണ്ടായാൽ മതി. സോ നെക്സ്റ്റ് വൺ പിന്നീട് ഉണ്ടാവുന്നതാണ് Z ഇൻവേഴ്സ്, അഥവാ ദിസ് ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ വെച്ചാൽ Z ഇൻവേഴ്സ് ഈക്വൽ ടു Z ബാർ ബൈ മോഡ് Z ഹോൾസ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി എഴുതും. ദാറ്റ് ഇസ് Z ഇൻവേഴ്സ് ഈക്വൽ ടു Z ബാർ ബൈ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിന് നമുക്ക് 2-3 ഫോർമാറ്റുകൾ ഉണ്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള. ഫസ്റ്റ് ഫോം ആണ്, സോ ദാറ്റ് ഈസ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം A+IB. ഇതിന്റെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ആണ്, സോ മോഡ് Z. അങ്ങനെയാണെങ്കിൽ ഇതിന് പോളാർ ഫോം അഥവാ ഇതിന് വിളിക്കുന്ന പേരാണ് പോളാർ ഫോം, അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആർഗ്യുമെന്റ്, മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് മോഡുലസ് ഫോം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോംസിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എനിവേ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണെന്ന് മാത്രം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിമോവേഴ്സ് റൂൾ നിങ്ങൾക്ക്, ഡിമോവേഴ്സ് തിയറം അഥവാ ഡിമോവേഴ്സ് റൂൾ എന്താന്ന് ചോദിച്ചാലേ, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റേസ് ടു n എന്ന് വന്നാൽ കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. ഓക്കെ അല്ലെ? ഇടക്കിടക്ക് നമുക്ക് അങ്ങനെ വരും. ഇനി വലിയ പവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സാധനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? R into e raised to I theta എന്ന് എഴുതാം. R into e raised to I theta. So theta be the argument. ഓക്കെ അല്ലെ? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസിന്റെ അകത്ത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സോറി, ഇവിടെ R into cos theta എന്നുണ്ട് കേട്ടോ. R be the modulus. So that is equal to ഇവിടെ അല്ല, so that is equal to R into cos theta plus I sin theta കേട്ടോ. സാറിലെ എഴുതിയപ്പോൾ മാറിയതാണ്. കൂൾ, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? ദെൻ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇ റൈസ് ടു ഐ തീറ്റ ഇതിനെ വിളിക്കുന്ന പേരാണ് യൂളേഴ്സ് ഫോർമുല. അതിന് വിളിക്കാം, വിളിക്കുന്ന പേരാണ് യൂളേഴ്സ് ഫോർമുല. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം 1/1/3 is equal to 1 omega square. അപ്പൊ സോ വാട്ട് ഈസ് ഒമേഗ? -1 plus I root 3 divided by 2. Next one -1 minus I root 3 divided by 2. So this is omega square. 1 plus omega square is equal to 0. Right. ഒരു ഫോർമുല നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ചേറെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലെ കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവുന്ന കണ്ടീഷൻസ്, അഡീഷൻസ്, സബ്ട്രാക്ഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. എനിവേ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് നോക്കുക. then rest of we can see inside the problem. Right. റെഡി? അപ്പൊ നമുക്ക് പോവാം. സോ മക്കളെ, ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് വളരെ സിമ്പിളായ കുറെ ചോദ്യങ്ങൾ, എന്നാൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ സാധാ ഭാഷാപരങ്ങൾ നിട്ടും, കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. സോ എനിവേ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ അതിന്റെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇക്വാലിറ്റി ആണെന്ന് പറയാം. A+IB is equal to C+ID. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് is equal to റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് is equal to ഇമാജിനറി പാർട്ട്. ഇക്വാലിറ്റി ആണ് പറഞ്ഞത് കേട്ടോ. റെഡി? അങ്ങനെയാണെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഡിവൈഡഡ് ബൈ വേറെ കോംപ്ലക്സ് നമ്പർ നമ്മൾ ചെയ്യുന്നത് Z1 ഡിവൈഡഡ് ബൈ Z2 ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് Z2 ബാർ ഡിവൈഡഡ് ബൈ Z2 ബാർ. അപ്പൊ ഈ ഒരു ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ Z2 into Z2 ബാർ എന്നല്ലേ? ഇതല്ലേ ശരിക്കും Z into Z ബാർ? ഞാൻ ഇക്വേഷൻ പറഞ്ഞല്ലോ, മോഡ് Z ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഓക്കെ അല്ലേ? അവിടെ ഇക്വേഷൻസ് എഴുതിയിട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് Z. നിങ്ങൾക്ക് മിനിമം ഈ ഒരു ഇക്വേഷൻസ് അറിഞ്ഞിട്ടുണ്ടാവും. കുറെ ക്വസ്റ്റൻസ് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് ബ്രേക്ക് ചെയ്യാം. സോ എനിവേ, അപ്പോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? Z1 by Z2 bar the whole square. Z1 into Z1 into Z2. So that is equal to Z1 by Z2. അല്ലേ മക്കളെ? റെഡി? അപ്പൊ അതിന് ഒന്നാമത്തെ ക്വസ്റ്റൻസ് ചെയ്യാണ്. ക്വസ്റ്റൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള എത്ര ഉള്ളൂ? ക്വസ്റ്റൻസ് ഒന്ന് വായിക്കുക. അങ്ങനെ x+iy ഇൻറ്റു വേറൊരു കോംപ്ലക്സ് നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. സാധാരണ ഒരു ബ്രാക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക അതേപോലെ ഓപ്പൺ ചെയ്ത് പോയാൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ 4+i. അങ്ങനെയാണെങ്കിൽ എക്സും വൈ എന്താണ്? സോ വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ? ഇസ് എ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. റൈറ്റ്? ദിസ് ഈസ് എ റിയൽ പാർട്ട് and this is imaginary part. ഓക്കെ അല്ലേ? മറന്നു പോരുത്. ഒക്കെ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ അതിങ്ങനെ പ്രോബ്ലത്തിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ പറയാം, കാരണം കുറേയേറെ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. സോ മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. x+iy is equal to 4+i divided by
ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ടേം മൾട്ടിപ്ലിക്കേഷൻ റൈറ്റിലേക്ക് പോയാൽ എന്തായി? ഡിവിഷൻ ആയി 2+3 ആയി ഇൻറ്റു 2+3 ആയി 2 - 3 ആയി. അതിന്റെ കോൺജുഗേറ്റ് എന്താ? 2+3 ആയി ഡിവൈഡഡ് ബൈ 2+3 ആയി. അപ്പൊ ഡിനോമിനേറ്ററിൽ നിങ്ങൾ ഒരു കാരണവശാലും സംശയിക്കരുത്, 2² + 3² എന്നാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കറക്റ്റ് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇവിടെ ഇക്വേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ സോൾവ് ചെയ്യും, കറക്റ്റ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ മക്കളെ ദാറ്റ് ഈസ് ഈക്വൽ 4+i ഇൻറ്റു 2+3i എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ 4 × 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. നോർമലി എങ്ങനെയാണോ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അതേ പ്രോസസ് തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്കറിയാം മക്കളെ, 4 × 2 ആൻസർ ഈസ് 8. ഓക്കെ അല്ലെ? 4 × 2 8 പ്ലസ് 4 × 3 ആൻസർ ഈസ് 12i പ്ലസ് 1 × 2 2 പ്ലസ് ശ്രദ്ധിക്കുക 2 പ്ലസ് 3 × i × i എന്ന് പറഞ്ഞാൽ i² എന്ന് വരും. നിങ്ങൾക്ക് അറിയാടോ i² -1 അല്ല, ഇത് പ്ലസ് ആവും. 3 - 1 5 പ്ലസ് 12 പ്ലസ് 4 ആൻസർ ഈസ് 14i. Sorry, so that is equal to careless mistake is there. 3 5 8 - 3. ഓക്കെ അല്ലെ? 8 - 3 എന്നാണ് ഇവിടെ ഉണ്ടാവുക അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 - 3 ഈസ് ഈക്വൽ ടു 5 പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 പ്ലസ് നോ പ്രോബ്ലം 4 × 2 മക്കളെ 8 പ്ലസ് 8 × 3 12i പ്ലസ് ഇവിടെ 4 പ്ലസ് i എന്നല്ലേ, i × 2. സോ ആൻസർ ഈസ് 2i - 3 എന്നുണ്ടാവും. ഓക്കെ, ഞങ്ങൾ ഡയറക്റ്റ് എഴുതി. സോ -3 റൈറ്റ് ഡിവൈഡഡ് ബൈ 3² + 4² ആൻസർ ഈസ് 14 വരും. ഇതിന്റെ റിയൽ പാർട്ട് ഉണ്ടാവും 8 - 3 5/14. ഓക്കെ, ദ നെക്സ്റ്റ് വൺ that is equal to 2i plus answer is 14/14. ആൻസർ ഈസ് 5/14, 1 എന്ന് വരും. ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3² 13 ആണ് ഉണ്ടാവുക കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/14 ആൻഡ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/14. റൈറ്റ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് വൺ. ഓക്കെ അല്ലേ? തെറ്റിക്കരുത്, ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താണ്, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻ ആയിപ്പോയി. സോ നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എക്സ് പ്ലസ് ഐ വൈ ഓൾ റേസ് ടു 1/3 ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നാണ്. വേറെ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി. ഇതിന്റെ വാല്യൂ ആണ് ചോദിക്കാനുള്ളത്. ചിലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ ലെവലിൽ വരുന്ന ചോദ്യമാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മക്കൾ എങ്ങനെയല്ലേ? എക്സ് പ്ലസ് ഐ വൈ ഓൾ റേസ് ടു 1/3 ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ഇത് രണ്ട് സൈഡും ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ദ ഹോൾ ക്യൂബ്. എന്താ മക്കളെ? എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോമിയൽ തിയറം അല്ലേ? എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ് എന്ന് വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഐ ഉണ്ട്, ഐ ഉള്ള ടേംസ് ആണ് ഞാൻ പവേഴ്സ് ഡയറക്റ്റ് ചെയ്തും ശ്രദ്ധിച്ചിരിക്കട്ടോ. സോ ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ. എക്സ് ഈസ് എ റിയൽ പാർട്ട് ആൻഡ് വൈ ഈസ് ഇമാജിനറി. അഗെയിൻ സോ സിംപ്ലി a cube plus 3a² b plus 3ab², 3a b². so b², then next one minus b³ എന്ന് വരും. സോ ആൻസർ ഈസ് മൈനസ് ബി ക്യൂബ് മൈനസ് ഐ. സോ ആൻസർ ഈസ് b³ × i എന്ന് വരും. ഓക്കെ അല്ലേ? സോ എക്സ് ഇസ് ഈക്വൽ ടു എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും a³ മൈനസ് 3ab². എനിക്ക് വേണ്ടത് എക്സ് ബൈ എ എന്നാണ്. സോ ബൈ എ ബൈ എ. സോ മക്കൾ ആൻസർ ഈസ് എക്സ് ബൈ എ ഈക്വൽ ടു a² മൈനസ് 3b² എന്ന് വരും. ഓക്കെ അല്ലേ? ഫിനിഷ്. The next one, y is equal equating the real and imaginary part. Real part imaginary part ഞാൻ equate ചെയ്യാണ്. അപ്പൊ i ഉള്ള ടേംസിനെ മൊത്തം എഴുതുക, that is called imaginary part. Without i terms, that is called real part. Right? Okay. So y is equal to ഞാൻ i ഉള്ള ടേമിനെ എഴുതുകയാണ്, that is equal to 3a² b minus b³ എന്ന് വരും. So answer is y by b ആണ് വേണ്ടത്. 3a² minus b². Finish. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി, എനിക്ക് ഇവിടെ എന്താ വേണ്ടത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി. ഇതിൽ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ്. എനിവേ അതിന്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. സോ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കരുത്, എനി നമ്പേഴ്സ് എക്സെപ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ്. റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത് സോൾവ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു സോ വാട്ട് ഇസ് വാല്യൂ? a² മൈനസ് b², a² minus 3b² minus ആണ് അടുത്ത ടേം പ്ലസ് ആവും. സോ ആൻസർ ഈസ് 3a² പ്ലസ് b². 3a² പ്ലസ് b². ഓക്കെ അല്ലേ? ഞാൻ മൈനസിനോട് പുറത്തേക്ക് എഴുതിയതാണ്, കൺഫ്യൂഷൻ ആവും കേട്ടോ. മൈനസ് ഇട്ടപ്പോൾ ഇതിന്റെ മൈനസ് ഉള്ളിൽ വരുമ്പോൾ ഇത് പ്ലസ് ആവും, ദെൻ മൈനസ് ആവും. റൈറ്റ്. സോ നെക്സ്റ്റ് വൺ അങ്ങനെയാണെങ്കിൽ മക്കളെ എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി ഈക്വൽ ടു a² മൈനസ്. സോ ആൻസർ ഈസ് മൈനസ് 2a² മൈനസ് 2b² എന്ന് വരും. സോ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? -2 കോമൺ ഔട്ട് ചെയ്തോടാം. -2 കോമൺ ഔട്ട് ചെയ്ത് a² പ്ലസ് b² എന്ന് വരും. സോ ദ വാല്യൂ ഈസ്
B is the correct option. Okay അല്ലേ? So let's move to question number 3. That is equal if നിങ്ങളെ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. ഇത് ജെയ്മെയിൻസ് 21-ലുള്ള ക്വസ്റ്റൻ ആട്ടാ. ഇത് പേടിക്കരുത്, ജെയ്മെയിൻസ് 21-ലുള്ള ക്വസ്റ്റനാ. ഓക്കെ അല്ലേ? അതേ പാർട്ടിൽ നിങ്ങൾ നോക്കിയാൽ ഇത് കറക്റ്റ് ഒരു NCERT ക്വസ്റ്റനാ. നിങ്ങൾ ആലോചിച്ച് നോക്കും, NCERT കറക്റ്റ് ചെയ്ത ഒരാൾക്ക് മിനിമം 8 ക്വസ്റ്റൻസ് മെയിൻസിൽ ക്ലിയർ ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റൻസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി, കുറെ ആളുകൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ മക്കളെ, ഇതിന്റെ വാല്യൂ I⁻m = ദ ലീസ്റ്റ് ഇന്റഗ്രൽ വാല്യൂ, ഏറ്റവും കുറഞ്ഞ പവർ എന്താണെന്ന് ചോദ്യം. സോ ഞാൻ പറഞ്ഞു I⁴ വാല്യൂ 1 അല്ലേ? അപ്പൊ ഫോർ എവറി 4 മൾട്ടിപ്പിൾസ് ബിക്കംസ് 1. I⁸8, I⁻12, I⁻16, I⁻20, etc. I⁴m is 1. So we can use the equation I⁴m plus R be the remainder. So answer is I⁻R എന്ന് വരും. ഇതിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. I⁻25 വാല്യൂ വളരെ സിമ്പിൾ ആണ്. I⁻25 എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 4. അപ്പൊ ആൻസർ 6 × 4 24, റിമൈൻഡർ 1 വരും. സോ ആൻസർ ഈസ് I⁻1. ആൻസർ ബിക്കംസ് I. ഓക്കെ. സോ I⁻m = 1. ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് അതിൻ്റെത്. സോ ആൻസർ വിൽ ബി 4 is the correct option. ശ്രദ്ധിച്ചു നോക്കൂ, ലെസ് ദാൻ 10 സെക്കൻഡ് ആണ് ആവശ്യം വരുന്നത്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കുക. ജെയ്മെയിൻസ് 2020 ക്വസ്റ്റ്യൻസ് ആണ്. അതും ഇതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ വളരെ സിമ്പിൾ ആയ ഒരു ടെക്നിക് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ നമുക്ക് ഫർദർ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² + bx + c = 0 എന്നാണ്. ഇതില് a + b + c = 0 ആയാൽ പിന്നെ ഇതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് ആൽഫ = 1. അടുത്ത സൊല്യൂഷൻ ഉണ്ടാവുന്നത് c/a ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതൊരു പോയിന്റിങ്. ഇനി രണ്ടാമത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലേക്ക് നിങ്ങൾ സാധാരണ -2+1 ഡിസ്ക്രിമിനന്റ് ഫോമിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതൊക്കെ നോക്കി എങ്ങനെയാണ് നമുക്ക് മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു ഫോം അപ്ലിക്കബിൾ ആവും, നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. സോ മക്കളെ, a + b + c ≠ 0 ആയി. എന്റെ ഭാഗ ഞാനൊരു മൈനസ് കൊടുത്തു, അപ്പൊ അതെന്തായി? 0 ആയി. അങ്ങനെയാണെങ്കിൽ ആൽഫ = -1 ആൻഡ് ബീറ്റ = -c/. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഇത് ഇങ്ങനെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അല്ലേ? അപ്പോൾ ഏതൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനും ax² + bx + c എന്നാണെങ്കിൽ അതൊരു അപ്വേർഡ് പരാബോള ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു മിനിമം പോയിന്റ് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതർവൈസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഡയറക്ട്ലി -b/2a ആൻഡ് -b/4. ഇതാണ് ഇതിന്റെ മിനിമം ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക. ഇഫ് a ഈസ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡൗൺവേർഡ്. സെയിം പ്രൊസീജിയർ ഉണ്ടാവും. ഓക്കെ അല്ലേ? ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. f of -1 + f of 2 = 0. വൺ ഓഫ് ദ റൂട്ട് f of x = 0 ആവുന്ന ഒരു റൂട്ട് 3 ആണ്. അതായത് x ആക്സിസിനെ ക്രോസ് ചെയ്യുന്നു എന്ന് അർത്ഥം കേട്ടോ. റൂട്ട് എന്ന് പറഞ്ഞാൽ x ആക്സിസിനെ ക്രോസ് ചെയ്ത് ഫംഗ്ഷന്റെ കേസിലാണ് പറഞ്ഞത്. ആൻഡ് അതർ റൂട്ട് ലൈ ചെയ്യുന്നതാണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഫ്രെയിമിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതർ റൂട്ട് എന്താന്നല്ലേ ചോദിച്ചിട്ടുള്ളത്, മറ്റേ റൂട്ട് നിൽക്കുന്ന ഇന്റർവെൽ. ഇവിടെ കുറച്ച് ഇന്റർവെല്ലൊക്കെ തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് തന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, സോ മക്കളെ f of x = നമുക്ക് എങ്ങനെ എഴുതാം? k × x - ആൽഫ × x - ബീറ്റ. ഇതിൽ ആൽഫ നമ്മൾക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആൽഫ = 3 ഒരു സൊല്യൂഷൻ ആണ്. ദെൻ ബി നിൽക്കുന്ന ഇന്റർവെല്ലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ബിന്റെ വാല്യൂ കാണണം, ആ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ഇന്റർവെല്ലിലേക്ക് ഫിക്സ് ചെയ്യണം. സോ എനിവേ മക്കളെ ശ്രദ്ധിക്കാം, k × x - ആൽഫ × x - ബീറ്റ. സോ ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? സോ x - ആൽഫ × x - ബീറ്റ എന്താണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് f of x. അപ്പൊ ഈ f of x ന്റെ അകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. f of -1 എന്താണെന്നും പ്ലസ് f of 2 എന്താണ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ വാല്യൂ നമുക്ക് അറിയാം, ഇത് 0 ആണെന്ന് ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കേണ്ട കാര്യം. ഏത് എക്സാം, വാട്ട് എവർ എക്സാം, ദ ക്വസ്റ്റ്യൻ വിൽ ആസ്ക് യു ഹൗ ടു സോൾവ് മീ. ദാറ്റ്സ് എ പോയിന്റ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ വഴി സോൾവ് ചെയ്താൽ മതി, പിന്നെ നമ്മൾ ഈ വഴി പോവില്ല എന്നല്ലേ. ഇതാണ് നമ്മളെ ഹിന്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ വിത്തൗട്ട് മാഗ്നിറ്റ്യൂഡ്, ഓൺലി ഡയറക്ഷൻ, നോട്ട് എ വെക്ടർ, റൈറ്റ്? ഓക്കെ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് -1 കൊടുക്കുമ്പോൾ, സോ k കോമൺ ഔട്ട് ചെയ്തു മക്കളെ, ഉണ്ടാവുന്നത് -1 -3, ആൻസർ ഇസ് -4 × -1 കൊടുക്കുമ്പോൾ -1 - ബീറ്റ. നെക്സ്റ്റ് വൺ പ്ലസ് അല്ലേ ചെയ്യുന്നത്, സോ പ്ലസ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ 2 കൊടുക്കുന്ന സമയത്ത് 2 - 3, ആൻസർ ഇസ് -1 ×
2 മൈനസ് ബീറ്റ. സോ ആൻസർ 0 എന്ന് വരും. ക്യാൻസൽ ഔട്ട് ചെയ്താൽ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 പ്ലസ് 4 ബീറ്റ. ദെൻ നെക്സ്റ്റ് വൺ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 മൈനസ്. സോ ആൻസർ ഉള്ളിൽ വരുമ്പോൾ വീണ്ടും മൈനസ് ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ -2 മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സോ എനിവേ ഒന്ന് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻ ആവല്ലേ. സോ പ്ലസ് 4 ബീറ്റ. ദെൻ നെക്സ്റ്റ് വൺ പ്ലസ് മൈനസ് ആയി. ദെൻ 2 മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. 4 മൈനസ് ബീറ്റ. സോ ആൻസർ 3 ബീറ്റ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. സോ ആൻസർ ബീറ്റ ഈസ് ഈക്വൽ ടു സോ മൈനസ് 3 ബൈ മിസ്റ്റേക്ക് ആയിട്ടില്ലല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 -1 -3. ആൻസർ -4. then again -1 മൈനസ് ബീറ്റ പ്ലസ് അടുത്തത് -2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 -3. ആൻസർ -1 into 2 minus beta is equal to 0 എന്ന് വരും. സോ ഇനി മക്കളെ 4 പ്ലസ് 4 ബീറ്റ മൈനസ് ഓഫ് 2 മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. 4 പ്ലസ് 4 ബീറ്റ മൈനസ് 2 പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ആൻസർ 5 ബീറ്റ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ബീറ്റ ഈസ് ഈക്വൽ ടു -2/5. ഓക്കെ, അപ്പൊ ബീറ്റ ഈസ് ഈക്വൽ ടു -2/5 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് കുറെ ഇന്റർവെൽ നിങ്ങൾ ഏതിലെ ലുക്കായി ചെയ്യേണ്ട കാര്യം 2/5ന്റെ വാല്യൂ എന്താ നമുക്ക് വിത്തൗട്ട് കാൽക്കുലേറ്റർ ഹൗ ടു കാൽക്കുലേറ്റ്. 20ൽ എത്ര 5 ഉണ്ടാ 4. സോ ആൻസർ 0.4 വരും. ഇതിൽ ഏത് ഇന്റർവെല്ലിലാണ് 0.4 ഉണ്ടാവും ഇത് ചെക്ക് ചെയ്ത് നോക്കാം. സോ -1 0 ഇവിടെ ഉണ്ടാവും. So 0.4. Option A is the correct one, right? This question is very important question from theory of equation 2 plus. That type of questions നമുക്ക് മെയിൻസിലൊക്കെ ചോദിക്കും. ശ്രദ്ധിച്ചിരുന്നു, നമുക്ക് പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് ഇതിന്റെ ഒരു മോഡൽ, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് മക്കളെ ശ്രദ്ധിക്കുക. ഞാൻ ഈ കാണുന്ന എക്സ്പ്രഷൻ y is equal to എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കാം, 2 പ്ലസ് ഒരു എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ? എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാ വന്നത്, ഇൻഫിനിറ്റിയിലേക്ക് പോകണം. വിട്ട് കളയരുത് ഇങ്ങനത്തെ ചോദ്യം വന്നാല്. അപ്പോ ഇതില് 2 പ്ലസ് എടാ ഇത് റിപ്പീറ്റ് അല്ലേ? ഇത് റിപ്പീറ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാ സംശയിക്കുന്നത്? 2 പ്ലസ് 1 ഈ കാണുന്ന ടേമില്ലേ, ഇത് റിപ്പീറ്റ് ആയാൽ ഇത് ശരിക്കും y തന്നെയല്ലേ? അപ്പൊ ഇത് y എന്ന് വരും. 2 പ്ലസ് 1/y ഇതിന് ക്രോസ് ചെയ്യും. അപ്പൊ എന്താ y is equal to 2y plus 1 divided by y. ഇങ്ങോട്ട് വരുമ്പോൾ y square minus 2y minus 1 equal to 0. It's a quadratic equation. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ മതി. സോ ഇത് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻ ആയി പോയി. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് വരും അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു So 2y plus 1 divided by 1 എന്ന് വരും. So that is equal to ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാവുന്ന മക്കളെ 2 plus 4 minus പ്ലസ് 8 ഇട വരും. √8 എന്ന് വരും. സോ √8 divided by 2. നമുക്കൊരു കാര്യം ചെയ്യാം, 2 പ്ലസ് ഓർ മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2 divided by 2. അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആൻസർ ഈസ് 1 പ്ലസ് ഓർ മൈനസ് √2 എന്ന് ആൻസർ വരും. സോ 1 പ്ലസ് ഓർ മൈനസ് നിങ്ങളൊരു കാര്യം ലുക്ക് ചെയ്ത് നോക്കാം, ഇത് മൊത്തം പ്ലസ് അല്ലേ? സോ ഇത് മൊത്തം പ്ലസ്സിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഇതിന് എങ്ങനെയാലും ആൻസർ ഒരു പോസിറ്റീവ് വാല്യൂ അല്ലേ ഉണ്ടാവുക. സോ ദ ആൻസർ ബിക്കംസ് 1 പ്ലസ് √2. സോ ആൻസർ ഇസ് ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലേ? യെസ്.